ഒപ്പം ഇടുക്കിയിൽ നിന്ന് ജോസിൽ സെബാസ്റ്റ്യൻ കൂടി തുടരുന്നുണ്ട്. ജോസിൽ, ഈ പത്തനംതിട്ടയിലെ കാര്യം പറഞ്ഞതുപോലെ തന്നെ റെഡ് അലർട്ട് നിലനിൽക്കുകയാണ് ഇടുക്കിയിലും. കാലാവസ്ഥ എങ്ങനെയുണ്ട്? കാവ്യ, നേരത്തെ ഇടുക്കിയിൽ ലോറേഞ്ചിലടക്കമുണ്ടായിരുന്ന കടുത്ത ചൂട് മാറി അതിൽ ആശ്വാസമുണ്ടായി, കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി എന്നുള്ളതപ്പുറത്തേക്ക് ഒരു അതിതീവ്ര മഴയ്ക്കുള്ള ഒരു സാധ്യതയും ഇതുവരെ ഇടുക്കിയിൽ ഉണ്ടായിട്ടില്ല. അതിതീവ്ര മഴ എന്ന് പറയുന്നത് 204 മില്ലിമീറ്ററിലധികം ഒരു പ്രദേശത്ത് മഴ ലഭിക്കുകയാണെങ്കിൽ മാത്രമാണ് അതിനെ അതിതീവ്ര മഴ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു അതിതീവ്ര മഴ ഇതുവരെ ഇടുക്കിയിൽ ലഭിച്ചിട്ടില്ല. ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഈ 3-ാം ദിവസവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ താലൂക്ക് തിരിച്ചുള്ള കണക്കുകൾ പറയുകയാണെങ്കിൽ ഇടുക്കി താലൂക്കിൽ 61.2 മില്ലിമീറ്റർ, തൊടുപുഴയിൽ 23.2 മില്ലിമീറ്റർ, പീരുമേട്ടിൽ 25.5 മില്ലിമീറ്റർ, ഉടുമ്പൻചോല 4.6 മില്ലിമീറ്റർ, ദേവികുളം താലൂക്കിൽ വെറും 9.8 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ പോലും ഈ 204 എന്നുള്ള കണക്കിലേക്ക് എത്തില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ നേരിയ തോതിലുള്ള ഇടയ്ക്കിടയ്ക്ക് പെയ്തും അതിനുശേഷം തോർന്നും നിൽക്കുന്ന മഴ ലഭിച്ചു എന്നുള്ളത് മാത്രമാണ് ഇടുക്കിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഈ പീരുമേട് താലൂക്കിൽ 25.5 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. അത് കഴിഞ്ഞ ദിവസത്തേക്കാളും വളരെ കുറവാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നേരിയ തോതിൽ മാത്രം ജലം വർദ്ധിച്ചിട്ടുണ്ട്. 116.05 അടിയായിട്ട് നേരിയ തോതിൽ മുല്ലപ്പെരിയാറിൽ ജലം വർദ്ധിച്ചിട്ടുണ്ട്. ഇടുക്കി അണക്കെട്ടിൽ ഇപ്പോൾ നേരിയ തോതിൽ വെള്ളം വർദ്ധിച്ച് 33.05% ആയിട്ട് ജലസംഭരണിയിലെ വെള്ളം വർദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം 2334 അടിയാണ് ഇപ്പോൾ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ്. ഇത്തരത്തിൽ നേരിയ തോതിലാണ് ഈ മഴ കൊണ്ട് ഈ അണക്കെട്ടുകളിലേക്ക് പോലും വെള്ളം ഒഴുകിയെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അപകടം റിപ്പോർട്ട് ചെയ്ത് എന്ന് പറഞ്ഞ് ഇന്നലെ പാറത്തോട്ടിൽ ജീപ്പിന് മുകളിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ജീപ്പിന് മുകളിലേക്ക് മരം വീണ് 2 പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. പെരിയസ്വാമി മാരിമുത്തി എന്ന് പറയുന്ന 2 പേർക്കാണ് പരിക്ക് പറ്റിയത്. ഇവരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാറിൽ തൊഴിലാളികൾ താമസിക്കുന്ന എസ്റ്റേറ്റിന് സമീപത്തേക്ക് ഒരു വലിയ പാറക്കല്ല് ഉരുണ്ടു വീണിട്ടുണ്ട്. അതുപോലെ തന്നെ പീരുമേട്ടിൽ ഒരു വീടിൻ്റെ മുറ്റം ഇടിഞ്ഞ് ആ വീടിൻ്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് കേടുപാട് പറ്റിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇടുക്കി ജില്ലയിൽ മഴയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില നാശനഷ്ടങ്ങൾ. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഴക്കാല രോഗങ്ങൾ പടർന്നു, പ്രത്യേകിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ, തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഡെങ്കിപ്പനി പോലെയുള്ള, അതുപോലെ തന്നെ കേരളം ഒരു കാലത്ത് ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്തിയിരുന്ന മന്ത്, മലേറിയ, മലമ്പനി പോലെയുള്ള രോഗങ്ങൾ ഈ അന്യസംസ്ഥാന അതിഥി തൊഴിലാളികൾക്കിടയിൽ സ്ഥിരീകരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ആ ഒരു സാഹചര്യത്തെ മുൻനിർത്തി ഇന്നലെ മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ കളക്ടറുടെ ചേംബറിൽ ഈ എല്ലാ വകുപ്പ് മേധാവികളുടെയും യോഗം വിളിച്ചു ചേർത്ത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തൽ നടത്തുകയുണ്ടായി. ഏതായാലും ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളുമെല്ലാം വളരെ സജ്ജമായിട്ട് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ്, ആംബുലൻസ്, KSEB, ഫയർഫോഴ്സ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളെയും ജില്ലയിൽ എന്തു ദുരന്തം ഉണ്ടായാലും നേരിടത്തക്ക രീതിയിൽ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. എല്ലാ താലൂക്ക് അടിസ്ഥാനത്തിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കാവ്യ.